എല്ലാവർക്കും വൈസ്റ്റേൺ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു വൈസ്റ്റേൺ അക്കാദമീസ് അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുഡിനെ കുറിച്ചാണ്. ഷുഡ് എങ്ങനെ ഉപയോഗിക്കാം, എവിടെ ഉപയോഗിക്കാം, എന്താണ് ഷുഡ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നോക്കുന്നത്. ഷുഡ് എന്ന് പറയുന്നത് ഷാലിന്റെ ഫാസ്റ്റ് ഫോമാണ്. ഇതൊരു ഓക്സിലറി വെർബാണ്. അതായത് നമ്മളൊരു മെയിൻ വെർബിനെ സഹായിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡുകളെയാണ് നമ്മൾ ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഓക്സിലറി വെർബ്സ് നമ്മൾ ഒരു സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഷുഡ് ഇത്തരത്തിലുള്ള ഒരു ഓക്സിലറി വെർബാണ്. അതുപോലെ തന്നെ ഷാലിന്റെ ഫാസ്റ്റ് ഫോം ആണ് ഷുഡ് എന്ന് പറയുന്നത്. അപ്പം ഏതെല്ലാം സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഷുഡ് യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പം ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ എന്താണ് to make recommendations, suggestions or to give advice. അതായത് നമ്മൾ ഒരാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലോ സജഷൻസ് ഒക്കെ കൊടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഷുഡ് യൂസ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിലൊക്കെ നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ട്രൈ ടു ദ ന്യൂ ചൈനീസ് റെസ്റ്റോറൻറ്റ്. നമ്മൾ പറയില്ല, അപ്പം നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ചൈനീസ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയി എന്ന് വിചാരിക്കാം. നമ്മൾ പറയും നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോകണം, ചൈനീസ് റെസ്റ്റോറൻറ്റ് ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മൾ പല കാര്യത്തിലും ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറി വെർബ്സ് ആണ് ഇത് ഷുഡ് എന്ന് പറയുന്നത്. യു ഷുഡ് ട്രൈ ടു ദ ന്യൂ ചൈനീസ് റെസ്റ്റോറൻറ്റ് ഇൻ ദ ടൗൺ. അപ്പോൾ ഇവിടെ എന്താണ്, യു ഷുഡ് നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണം, ചൈനീസ് റെസ്റ്റോറൻറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സജഷൻസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഷുഡ് യൂസ് ചെയ്യുന്നത് വെൻ യു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഷുഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പറയേണ്ടത് യൂസ് ചെയ്യും. അതായത് വെൻ യു ആസ്ക് എ ക്വസ്റ്റ്യൻ ടു സംബഡി, ഷുഡ് ഐ ലീവ് നൗ, ഞാനിപ്പോൾ പൊയ്ക്കോട്ടെ എന്നൊക്കെ നമ്മൾ പെർമിഷൻസ് ഒക്കെ ചോദിക്കുന്ന പോലെ നമ്മൾ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വാട്ട് ഷുഡ് ഐ ബ്രിങ് ടു ദ പാർട്ടി, ഞാൻ ഈ പാർട്ടിക്ക് വരുമ്പോൾ ഞാൻ എന്താ കൊണ്ടുവരേണ്ടതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാൻ ആ ഫംഗ്ഷന് വരുമ്പോൾ ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഒരാളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അത്തരം ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറി വെർബ് ആണ് ഷുഡ്. വാട്ട് ഷുഡ് ഐ ബ്രിങ് ടു ദ പാർട്ടി, മനസ്സിലായില്ല? അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നു. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഡ് ഐ സൈൻ അപ്പ് ഫോർ ദ ജിം മെമ്പർഷിപ്പ്, ഷുഡ് ഐ സൈൻ അപ്പ് ഫോർ ദ ജിം മെമ്പർഷിപ്പ്. ജിം മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഞാനിത് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഫോം ഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പൊ ഷുഡ് ഐ സൈൻ, ഷുഡ് ഐ ഫിൽ ദ ഫോം ടു ഗെറ്റ് ദ മെമ്പർഷിപ്പ്. അപ്പൊ നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറി വെർബാണ് ഷുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് സാഹചര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന്, നമ്മളൊരു സജഷൻസ് അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അഡ്വൈസ് ഒക്കെ കൊടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഷുഡ് യൂസ് ചെയ്യും. രണ്ടാമത്തെ ഏതാണ് ഇപ്പൊ പഠിച്ചത്? നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, ഒരാളുടെ അടുത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, എന്താണ് പ്രോബബിൾ ആയിട്ട് നടക്കാൻ, എന്താണ് ചിലപ്പോൾ നടക്കും. ടു എക്സ്പ്രസ് സംതിങ് ദാറ്റ് ഷുഡ് ബി പ്രോബബിൾ, ചിലപ്പോൾ നടക്കും അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജോൺ ഷുഡ് ബി ഹിയർ അറ്റ് 2 PM. ജോൺ ഇവിടെ 2 മണിക്ക് വരേണ്ടതാണ്. അപ്പോൾ ഒരു എന്താണ് സാധ്യതയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നടക്കാൻ സാധ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ജോൺ ഷുഡ് ബി ഹിയർ ബൈ 2 PM. ഇവിടെ 2 മണിക്ക് ജോൺ ഉണ്ടാവും. അതുപോലെ എന്താണ് ഇപ്പൊ അത്തരത്തില് എന്താണ് നടക്കാൻ സാധ്യതയുള്ള കാര്യത്തെക്കുറിച്ച്, ഒരു പ്രോബബിലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഷുഡ് എന്ന് പറയുന്നത്. ഷുഡ് നമ്മൾ 3 സാഹചര്യങ്ങളിലാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒന്നേതാണ്, നമ്മളൊരു സജഷൻസ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻസ് ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നു. രണ്ടാമത്, വെൻ യു ആസ്ക് എ ക്വസ്റ്റ്യൻ,
ഒരു ക്വസ്റ്റ്യൻ മറ്റുള്ളവരോട് ചോദിക്കുന്ന സാഹചര്യത്തിൽ യു ക്യാൻ യൂസ് ഷുഡ്. അവസാനത്തെ ഏതാണ്? ടു എക്സ്പ്രസ് സംതിങ് പ്രോബബിൾ. ഇപ്പം നമ്മൾ എന്താണ് പ്രോബബിൾ ആയിട്ട് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. അപ്പം ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാം. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.